മഴമുകിൽ മാലകളെ ചെലുത്ത പടപ്പിറാവുകളെ മാനത്തെ മഴമുകിൽ മാലകളെ ചെലുത്ത പടപ്പിറാവുകളെ. നല്ല മഴയാണ് കേട്ടോ, ഇന്ന് നല്ല മഴയാണ്, നല്ല മഴയാണ്, നല്ല മഴയാണ്. അതാ മഴയ്ക്ക് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. നമ്മുടെ എല്ലാം പെരും മഴയുണ്ടല്ലോ, ഒരു കൊടും മഴ വരുന്നുണ്ടല്ലോ, അപ്പം അതുപോലുള്ളൊരു തണുപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറെന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നല്ലൊരു വെള്ളിയാഴ്ചയാണ്. പിന്നെ ഞാൻ ജോലി വീട്ടിൽ നിൽക്കുവാണ്. അമ്മ ചോറ് കഴിക്കുന്നു. അമ്മ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് 11 മണിയാകുമ്പം ചോറ് കഴിക്കും. എടാ നല്ല കാറ്റും നല്ലൊരു കാലാവസ്ഥ അല്ലേ, ജീവിക്കാനൊക്കെ സാഹചര്യമുള്ളവർക്ക് വീട്ടിലിരിക്കാം. നല്ല സാഹചര്യം, നല്ല തണുപ്പാണ് കേട്ടോ. നല്ല ഭയങ്കര മഴ സീസൺ ടൈമിനുള്ള ഒരു തണുപ്പാണ് കിട്ടുന്നത്. കുളിരാണ് 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 കുളിരാണ്, നല്ല തണുപ്പ് കേട്ടോ. പിന്നെ ഇപ്പം അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ ഭയങ്കര തണുപ്പായിട്ട് കയറി വരുന്നോട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? എല്ലാവരും ജോലിയിലൊക്കെ ആയിരിക്കും അല്ലേ? മാനത്തെ മഴമുകിൽ മാലകളെ ചിലത്ത പടപ്പിറാവുകളെ. തുളുനാടൻ അറിഞ്ഞുകൂടാട്ടാ, പണ്ടങ്ങാണ്ട് കേട്ടിട്ടുള്ള പാട്ടാണ്. പിന്നെ വേറെന്താണ്? അങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു, ഒരു കൊച്ചു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ. കാറ്റുണ്ട് കേട്ടോ, കാറ്റും നല്ല തണുപ്പും. അങ്ങനെ ഞാൻ വീട്ടിലാണ്. ഞാൻ വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഇന്ന്. ഇപ്പം മഴ, ഇപ്പം നാളെ പോവാം വീട്ടിൽ. ഇന്നിപ്പോൾ മഴയല്ലേ. ഞാൻ കുറച്ച് മടലും ചൂട്ടും വിറവുമൊക്കെ അതുകൊണ്ട് ആ അയ്യത്തു നിന്നൊക്കെ പറക്കി ഞാൻ അവിടെ വെളിയിൽ കൂട്ടിയിട്ടിരിക്കുവാണ്. അതിനെ ഇന്ന് ആട്ടോ വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോവാമെന്ന് വിചാരിച്ച് ഇരുന്നു. ഇപ്പം മഴ പിടിച്ചു, വിറവ് നനയുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അതെല്ലാം വാരിയിട്ടൊന്ന് ഒരു ആട്ടോ പിടിച്ചിന്ന് വീട്ടിൽ കൊണ്ട് പോവാമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. എൻ്റെ വീട്ടിൽ ഗ്യാസൊന്നുമില്ലല്ലോ, ചെറിയൊരു വീടല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ അടുപ്പയിലല്ലേ തീ കത്തിച്ചെല്ലാം വേവിക്കുന്നത്. ജോലി വീടുകളിലൊക്കെ നിന്നാണ് ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത്. പിന്നെ വേറെന്താണ് സഹോദരങ്ങളെ? അപ്പോൾ പിന്നെ ടാറ്റാ. ഈ മഴയത്തുനിന്ന് കയറി പോവാനും വയ്യ, പക്ഷേ പോവാതിരിക്കാനും വയ്യ. നല്ല തണുപ്പും നല്ലത് കേട്ടോ, കാറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കും. മഴ വലുതായിട്ട് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് എങ്ങനെ ഇറമ്പ് ഇത് വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ചെടികൾ ഇവിടെയും നട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകുന്നിടത്തൊക്കെ ചെടി നടും, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നട്ടേക്കുന്ന ചെടിയല്ല. ഞാനിങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് ഞാനിങ്ങനെ വഴിക്ക് വരുമ്പോഴും എൻ്റെ വീട്ടിൽ നിന്നും പല സ്ഥലത്തു നിന്നായിട്ടൊക്കെ ഞാനിങ്ങനെ ചെടികൾ കൊണ്ടുവന്ന് ഇങ്ങനെ നടും. ഇവിടെയൊക്കെ അവർ ഇൻ്റർലോക്ക് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ തറയിലങ്ങ് നടാൻ പറ്റത്തില്ല, നെറ്റിൽ പാവിയിരിക്കുകയാണ്. പിന്നെ ഞാനങ്ങ് വെളിയിലും നട്ടിട്ടുണ്ട് ചെടി. ഇവിടെ അങ്ങനെ കണ്ടണക്കുള്ള ചെടി നടുന്നവർക്ക് ഇഷ്ടമല്ല. കണ്ട ഇത് തുളസി, ഞാൻ അന്ന് കൊണ്ടുവന്ന നാട്ടിലിരിക്കുന്ന തുളസി കണ്ട, നമുക്ക് അങ്ങോട്ട് ഇരിക്കുന്നു. പിന്നെ ഇതൊക്കെ വിളക്കിന് വയ്ക്കാൻ പറ്റും കേട്ടോ, തുളസിപ്പൂവൊക്കെ. പിന്നെ അവിടെയാണ്ട് ഇതാണ് കറുകപ്പുല്ലുണ്ടല്ലോ, അതാണ് നട്ടേക്കുന്നത്. ഇപ്പോൾ ഈ മഴ പിടിച്ചോണ്ട് നല്ല പച്ചയായിട്ട് ഇരിക്കുന്നത് കേട്ടോ. 2 ദിവസം കൊണ്ട് മഴയുണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ, രാത്രിയൊക്കെ നല്ല മഴ പെയ്തായിരുന്നു. അതാണ് അവിടെ കിടക്കുന്നത്.
മഴ പിടിച്ചുകൊണ്ടാണ് നല്ല പച്ചിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നും ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. രാവിലെ പറ്റുന്ന ദിവസം രാവിലെയും വൈകിട്ടും ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കും, ഡെയിലി ഒഴിക്കും. പക്ഷേ അതിങ്ങനെ കരിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ മഴ പിടിച്ചപ്പോൾ നല്ല പച്ചയായി കേട്ടോ. മഴയങ്ങ് ഭയങ്കര പെയ്യുന്നു കേട്ടോ, നല്ല മഴ. അതാ ഞാൻ പറഞ്ഞു, ജീവിക്കാനൊക്കെ സാഹചര്യമുള്ളവർക്ക് വീട്ടിലിരിക്കാം, മഴയൊക്കെ നല്ല ആസ്വദിച്ചിരിക്കാം. കൂലിപ്പണിക്ക് പോകുന്നവർക്ക് എന്ത് കഷ്ടമാണല്ലേ. പിന്നെ ശരി, എന്നാൽ ടാറ്റാ. ഞാൻ ടാറ്റ എന്ന് പറയും. ഫോൺ കട്ട് ചെയ്യാൻ കേട്ടാ, ഫോൺ കട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. എന്നാലും പിന്നെ ശരി, ടാറ്റ സഹോദരങ്ങളെ, ടാറ്റാ.